ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവിലിറങ്ങി 4-ാം ദിനമാണ്. ഈ 4-ാം ദിനവും സിനിമയ്ക്ക് തുടക്കം മികച്ച് തന്നെ നിൽക്കുകയാണ്. 51,000 ടിക്കറ്റുകളാണ് പ്രീസെയിലിലൂടെ സിനിമയ്ക്ക് ഈ ഒരു തിങ്കളാഴ്ച വിറ്റുപോയിരിക്കുന്നത്. 89 ലക്ഷം രൂപ, അതായത് ഏറെക്കുറെ 90 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഈ പ്രീസെയിലിലൂടെ തന്നെ ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 1,231 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇത്രത്തോളം കണക്കുകൾ പുറത്തു വന്നത്. ഇനിയും ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അഞ്ചാം പതിര എന്ന ചിത്രം ഇഷ്ടമാണെങ്കിൽ, അങ്ങനെ അതിനെ വലിയ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചിത്രമാണെങ്കിൽ, അതിനേക്കാളും ഒരു 10 മടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു സൈക്കോ ത്രില്ലർ തന്നെയാണ് ഈ ഒരു സിനിമ. ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാം. ഇനി സിനിമയുടെ മറ്റ് ഡീറ്റെയിലേക്ക് വരാം. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കൂടെ ചെയ്യുകയാണ്. കളങ്കാവലിൻ്റെ ഞായറാഴ്ച ഫൈനൽ കളക്ഷൻ ആദ്യം നോക്കാം. 1,712 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 3,18,000 മുകളിലുള്ള ഓഡിയൻസ് ഈ സിനിമ ഇന്നലെ അല്ലെങ്കിൽ ഞായറാഴ്ച കണ്ടുവെന്ന് തന്നെ പറയാം. 67.76% ഇതിൻ്റെ ഒക്യുപ്പൻസിയായി വന്നത്. ഏകദേശം 1,200 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകൾ അല്ലെങ്കിൽ ഫാസ്റ്റ്ഫുൾ ഷോകളാണ് നടന്നത്. 100-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളുണ്ട് എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. സിനിമയുടെ കളക്ഷൻ 5,13,30,000 രൂപയോളമാണ്. അതായത് 5,80,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ 3-ാം ദിനം ഞായറാഴ്ച കളക്ഷൻ. ആദ്യ 2 ദിനത്തേക്കാൾ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ഡിഫറൻസ് തന്നെ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഇതേ കണക്കുകൾ കൂടി എന്നുള്ളത് തന്നെയാണ്. ശനിയാഴ്ച സിനിമയ്ക്ക് വന്നത് 5,02,00,000 രൂപയായിരുന്നുവെങ്കിൽ ആദ്യ ദിനം വന്നത് 4,93,00,000 രൂപയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 14 കോടിയാണ് ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായി സിനിമ വന്നിരുന്നത്. അതായത് സിനിമ 16 കോടിക്ക് അടുത്തേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് ഞായറാഴ്ച ലഭിച്ചത്. ഏകദേശം 1 കോടിക്ക് അടുത്തുള്ള എമൗണ്ട്, അതായത് 3 ദിവസം കൊണ്ട് സിനിമ 1.5-1.25 കോടിക്ക് അടുത്ത് എന്നാണ് വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമയ്ക്ക് മിന്നുന്ന പ്രകടനം വെക്കാൻ കഴിഞ്ഞു. 4.5 കോടിയോളമാണ് ഈ 3 ദിവസത്തെ കളക്ഷനായി സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ആദ്യ 2 ദിവസം 2,40,00,000 രൂപയാണെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു മിന്നുന്ന പ്രകടനം സിനിമയ്ക്ക് വന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ 2 ദിനങ്ങളിൽ ഒഫീഷ്യലായി വന്ന കണക്കുകൾ പ്രകാരം 31,20,000 അല്ലെങ്കിൽ 31,20,00,000 രൂപയാണ് വന്നത് എന്നായിരുന്നു. അതായത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു 3-ാം ദിനത്തെ ഫൈനൽ കളക്ഷൻ കഴിഞ്ഞ് 4-ാം ദിവസത്തിലേക്ക് കയറിയപ്പോൾ സിനിമ 50 കോടി തികച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 3-ാം ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷന് നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരും. പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ കേരളത്തിൽ നിന്ന് 5,80,00,000 രൂപയും ഈ ഓൾ ഇന്ത്യയിൽ നിന്ന് ഏകദേശം നമുക്ക് 7 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ 7 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. GCCയിൽ നിന്ന് മാത്രമായിട്ട് 9 കോടിയോളം ഉണ്ടാകും എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. പിന്നെ അതർ ഔട്ട്സൈഡ് വേൾഡും കൂടെ നോക്കുമ്പോൾ ഏറെക്കുറെ 17-18 കോടിയോളം വരണം എന്നുള്ളത് തന്നെയാണ്. അതായത് ആദ്യ 2 ദിനങ്ങളിലും 16 കോടിക്ക് അടുത്താണ് സിനിമയ്ക്ക് വന്നത്. ഇന്ന് 18-19 കോടി വരണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും 48-49-50 കോടി റേഞ്ചിലേക്ക് സിനിമ എത്തും. അതുപോലെ തന്നെ പ്രീസെയിലും കൂടെ ചേരുമ്പോൾ 50 കോടി ഈ ആദ്യ മണിക്കൂറിൽ തന്നെ സിനിമ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. എന്തായാലും ഇതെല്ലാം നമുക്ക് കാത്തിരിക്കേണ്ട കണക്കുകൾ തന്നെയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നാണ്. ഏറെക്കുറെ ട്രാക്കേഴ്സ് കണക്കുകളെല്ലാം തന്നെ കറക്റ്റ് അല്ലെങ്കിൽ അടുത്തടുത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ചെറിയ വേരിയേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉള്ളതാണ്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ നാളെ അവധിയാണ് അല്ലെങ്കിൽ ഇലക്ഷൻ ഡേ ആണ്. അത് തന്നെ സിനിമയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നും കളക്ഷൻ കൂടുകയാണെങ്കിൽ നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ കിട്ടുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ സിനിമ 100 കോടിയിലേക്ക് എത്താൻ ഉള്ള ചാൻസുകൾ കൂടുതലാണ്. അതിന് മമ്മൂട്ടി ഫാൻസ് നിങ്ങൾ നല്ല ലെവലിലൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താരത്തിന് 100 കോടി അടിക്കും വലിയ താമസമില്ലാതെ എന്നുള്ളത്. കൂടി വന്നാൽ ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം മതി. നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ സിനിമയ്ക്ക് പോകാതെ വീട്ടിലിരുന്നാൽ ആ മോഹവും നിങ്ങൾക്ക് വീണ്ടും നഷ്ടപ്പെടും എന്നുള്ളത് ഒരു വാണിംഗ് ആയിട്ട്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് തന്നെ പറയുന്നു എന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾ നല്ല സപ്പോർട്ട് ഒരുപാട് പേർ തരുന്നുണ്ട്. അതേപോലെ തന്നെ മികച്ച സപ്പോർട്ട് പുതിയ ആളുകളും തരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രീൻ മീഡിയാസ്.